ക്ലോസറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസൈനും കാര്യങ്ങളും വളവും തിരിവും ഒക്കെ ഉള്ള കുഴിയൊക്കെ ഉള്ള ക്ലോസറ്റുകൾ സെലക്ട് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലോസറ്റ് സെലക്ട് ചെയ്തത് ഇതിന്റെ ചുറ്റിനും കണ്ടാൽ നിങ്ങൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ചെരിഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു ക്ലോസറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ആക്കാൻ എളുപ്പമാണ്. എന്ത് സുഖമാണെന്ന് അറിയാം. ഇത് ഉരച്ച് കഴുകാനൊക്കെ എന്തെങ്കിലും ഒരു സ്പഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ക്ലോസറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു എസിന്റെ ആകൃതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞൊക്കെ ഉള്ള ഒരു ക്ലോസറ്റ് ആയിരുന്നു. അപ്പൊ നമുക്കത് ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ഉള്ളിലേക്കൊക്കെ കൈയിടാൻ തന്നെ ഒരു അറപ്പും പേടിയൊക്കെ ആണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയത് സെലക്ട് ചെയ്താൽ ക്ലീൻ ആക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ക്ലോസറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ചുമരിനോട് ഒട്ടി നിൽക്കുന്നത്, ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന ആ അടുത്ത ക്ലോസറ്റ് അങ്ങനെയായിരുന്നു, ചുമരിനോട് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് ആ ചുമരിന്റെ ഗ്യാപ്പിൽ നമുക്ക് ക്ലീൻ ആക്കാനൊന്നും പറ്റില്ല. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ആക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചൂല് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബ്രഷും. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചൂലൊക്കെ ശരിക്കും ഈ ഒരു ഗ്യാപ്പിലൂടെ പോയി നമുക്ക് നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി എടുക്കാനൊക്കെ പറ്റും. കാരണം ഇത് ചുമരിനോട് ഒട്ടിയല്ല നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ ഒരു കമ്പനീൻ്റെ തന്നെ വാങ്ങണമെന്നൊന്നും ഞാൻ പറയൂല. നിങ്ങൾ വാങ്ങുമ്പോൾ സിമ്പിൾ ആയത് വാങ്ങാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ.